നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നേമത്ത് നിന്ന് വന്ന ഒരു വാർത്ത, ആ വാർത്തയുടെ ഒരു ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ചില വീടുകളുടെ, അതായത് ആളൊഴിഞ്ഞ വീടിന് മുന്നിലുള്ള തൂണുകളിൽ ചുവപ്പ് നിറത്തിലുള്ള അടയാളം കണ്ട് കഴിഞ്ഞ ദിവസം നാട്ടുകാരടക്കം പരിഭ്രാന്തരായൊരു വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആ വാർത്തയിൽ ഒരു അപ്ഡേഷൻ, അതായത് അത് എങ്ങനെ, ആരാണ് അതിന് പിന്നിൽ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം നേമത്താണ് തൂണുകളിൽ ചുവന്ന അടയാളം വ്യാപകമായി കണ്ടത്. സംശയം തോന്നിയ നാട്ടുകാർ CCTV പരിശോധിച്ചപ്പോഴാണ് അതിലൊരു മുഖംമൂടി ധരിച്ചൊരു വ്യക്തി വന്നതും ഇത്തരത്തിൽ പോസ്റ്റുകളിൽ ചുവന്ന അടയാളം വരയ്ക്കുന്നതും ക്യാമറയിൽ പതിഞ്ഞിരുന്നു. അപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയതോടെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുകയും അതിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. നേമത്ത് ഇടറോഡുകളിലെ തൂണുകളിലാണ് ചുവപ്പ് നിറത്തിലെ അടയാളങ്ങൾ കഴിഞ്ഞ ദിവസം ദൃശ്യമായത്. സ്ഥലത്തെത്തിയ പോലീസ് മോഷ്ടാക്കൾ സ്ഥലം അടയാളപ്പെടുത്തിയതാണോ എന്ന സംശയത്താൽ ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമൊക്കെ നൽകിയതാണ്. പക്ഷെ താമസിക്കാതെ തന്നെ വട്ടത്തിൽ ചുവപ്പ് അടയാളമിട്ട സംഭവത്തിൽ 2 പേർ നേമ പോലീസിന് മുന്നിൽ ഹാജരായി. സ്വകാര്യ ഇന്റർനെറ്റ് കമ്പനിയുടെ ഫൈബർ നെറ്റ്വർക്ക് ചെയ്യുന്നവരാണെന്നും പുതിയ കണക്ഷൻ നൽകുന്നതിനായി വീടുകൾ അടയാളപ്പെടുത്തിയതാണെന്നും ഇവർ പറഞ്ഞു. അതായത് സംശയിച്ചതുപോലെ ഇത്തരത്തിലൊരു മോഷണ സംഘമോ ഒന്നുമല്ല. സ്വകാര്യ ഇന്റർനെറ്റ് കമ്പനിയുടെ ഫൈബർ നെറ്റ്വർക്ക് ചെയ്യുന്നവരാണിത്. പുതിയ കണക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ അത്തരത്തിൽ വീടുകൾ അടയാളപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ചുവന്ന അടയാളം തൂണുകളിൽ രേഖപ്പെടുത്തിയത്. എന്തായാലും വലിയൊരു ആശങ്കയാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. നാട്ടുകാർ കടുത്ത ആശങ്കയിലായിരുന്നു ഈ ഒരു ചുവന്ന അടയാളം കണ്ടിട്ട്. എന്നാൽ അതുകൊണ്ടാണ് വിശദീകരണമായി ജീവനക്കാർ രംഗത്തെത്തിയത്. സ്പ്രേ പെയിന്റ് ഉപയോഗിച്ചാണ് അടയാളപ്പെടുത്തിയതെന്നും അതിനാലാണ് മുഖം മൂടിയതെന്നും ഇവർ വിശദീകരിച്ചു. അറിഞ്ഞ വിവരം ഉടൻ പോലീസ് നാട്ടുകാരെ അറിയിച്ചു. ഇതോടെ ആശങ്കയ്ക്കും അവസാനമായി. മുൻപ് കറുത്ത സ്റ്റിക്കർ വീടുകളിൽ പതിച്ച സംഭവങ്ങളും സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നേമ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോർപ്പറേഷൻ സോണൽ ഓഫീസ് ലൈൻ, JP ലൈൻ തുടങ്ങിയ ഇട റോഡുകളിലാണ് ചില വീടുകൾക്ക് മുന്നിലെ തൂണുകളിൽ ചുവപ്പ് നിറത്തിൽ അടയാളം പ്രത്യക്ഷപ്പെട്ടത്. നാട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ടാക്കിയ സംഭവമാണ്. എന്തായാലും വലിയൊരു ആശ്വാസം വന്നിരിക്കുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നേമം പോലീസ് കാര്യമായി തന്നെ അന്വേഷിച്ചു. മാസ്ക് ധരിച്ച ഒരാൾ പകൽ സമയത്ത് ആളില്ലാത്ത വീടുകൾ കണ്ടെത്തി വീടിന് മുന്നിൽ ചുവപ്പ് അടയാളപ്പെടുത്തുന്നതായി പ്രദേശത്ത് CCTV ദൃശ്യങ്ങൾ കണ്ടതായി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചിരുന്നു. രാത്രി കാലങ്ങളിലെത്തി കവർച്ച നടത്തുന്ന സംഘങ്ങൾ വീടുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ചുവപ്പ് മാർക്ക് അടയാളപ്പെടുത്തുന്ന സംശയം നാട്ടുകാർക്കുണ്ടായിരുന്നു. വീട്ടുടമകൾ ജാഗ്രത പാലിക്കണമെന്ന് നേമം പോലീസ് അറിയിച്ചിരിക്കുകയാണെന്നും 4 വർഷം മുൻപ് സമാന രീതിയിൽ കറുത്ത സ്റ്റിക്കറുകൾ പതിച്ച് നാട്ടുകാരിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, വൈക്കം തലവിലപ്പറമ്പിനടുത്ത് ചില വീടുകളിൽ ജനാല ചില്ലുകളിൽ കറുത്ത സ്റ്റിക്കറുകൾ കണ്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. 1 മാസം പിന്നിട്ടപ്പോൾ തൃപ്പൂണിത്തുറയിലെ സ്റ്റിക്കർ പ്രത്യക്ഷപ്പെട്ടു. തിരുവനന്തപുരത്ത് തൊടുപുഴയിലും കണ്ണൂരിലെ സ്റ്റിക്കർ ഭീതി വ്യാപിച്ചു. ഇതോടെ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായതുകൊണ്ട് അത് നമുക്ക് മുന്നിൽ വലിയൊരു ആശങ്കയായിട്ട് ഉണ്ടായി. എന്തായാലും ഇവിടെ നിയമത്തെ സംബന്ധിച്ച് ആ വലിയ ആശങ്കയ്ക്ക് സ്ഥാനമില്ല. ആ ആശങ്ക ദൂരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.